വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൽ എന്താ പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി PSC തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ തിങ്കളാഴ്ചയും എന്താ PSC കമ്മീഷൻ യോഗം ചേരാറുണ്ട്. അപ്പോൾ അതിൽ ഡിസിഷൻ എടുത്താൽ അതെന്താ ഇതേപോലെ പ്രസ് റിലീസ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇപ്പം ഇന്നും അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെ കാറ്റഗറികളിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വിളിച്ചെന്നും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് അഡ്വൈസ് പോയിട്ടുണ്ടെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിലിപ്പോ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ സിസ്റ്റം മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, വിളിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇനി ജൂലൈ 15 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ സിസ്റ്റം മാനേജർ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ കേരള വാട്ടർ അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ബാർ അനലിസ്റ്റ്, പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ. ഓക്കെ, കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ. പിന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ട്രെയിനിങ്. ഓക്കെ, പിന്നെ കേരള ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ എന്ത് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ മെയിനായിട്ട് ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം തന്നെ ഈ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ 2020 വന്ന നോട്ടിഫിക്കേഷൻ ആണല്ലേ, വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ, കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ. അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടാവും ആ ഒരു നോട്ടിഫിക്കേഷൻ വെച്ചാൽ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ 211/2020 കാറ്റഗറി നമ്പർ. ഇപ്പോഴും അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ആ ഒരു സമയത്ത് 88 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ. അപ്പോ അതിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ NTC സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. SLC പാസ്സാവണം. അപ്പൊ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 7/2/2023 എന്ത് ചെയ്യാം ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 7/2/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നേക്കുന്നത്. 4/2/2022 എക്സാം നടന്നത് അല്ലെ. 7/2/2023 ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 700ഓളം ആൾക്കാരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. 700 അല്ല, 1000-ന് മേലെ ആൾക്കാരുണ്ടായിരുന്നു. 1051 പേരാണ് ഞാൻ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പോ അതില് എത്ര കട്ട് ഓഫ് എത്ര വന്നില്ല നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 44.67 മാർക്കാണ് അതിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോ അതിൽ ഇപ്പോഴത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 403 അഡ്വൈസ് ആണ് എന്ത് പോയിട്ടുള്ളത് കേട്ടോ. 403 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. 80 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്ര 403 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം NJDs ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, NJD ഉണ്ടാവും. NJDയുടെ കേസിൽ നോൺ ജോയിൻ 61 NJDs ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, 61 NJDs ആണ് ഉള്ളത്. അപ്പൊ ഈ 400 സംതിങ് 403 65% അത്രയും വേക്കൻസീസ് ആണ് ഇപ്പൊ ഫില്ല് ചെയ്തേക്കുന്നില്ല വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ ഓപ്പൺ മെറിറ്റിൽ 308, EWS 301, 312, SC സപ്ലിമെന്ററി ലിസ്റ്റിൽ 5, ST സപ്ലിമെന്ററി ലിസ്റ്റിൽ 4, മുസ്ലിം മാപ്പിള 325, LC ബാർ 7, 845, OBC വിത്തിൻ OC തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ SIUC നടാറ് 402, ഹിന്ദു നടാറ് 412, SSSSC സപ്ലിമെന്ററി ലിസ്റ്റിൽ 2. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിലവിലുള്ള നില. ഓക്കെ, അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഒരു 3 വർഷം എന്തായാലും വാലിഡിറ്റി ഉണ്ടാവില്ല. റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി 3 വർഷം ഉണ്ടാവും. അപ്പൊ 2024, 25, 26 കഴിയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ഉടനെ എന്താ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടിയിട്ട് PSC തീരുമാനിച്ചിരുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ. ഓക്കെ, സെയിം പോസ്റ്റ് തന്നെ എന്താ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോ ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.